GOV ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പാമിസ്ട്രിയുടെ കുറേ കാര്യങ്ങൾ നമ്മൾ ട്യൂട്ടോറിയൽ വഴി പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ കുറച്ച് ഇമേജുകൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഇമേജുകളിൽ വരുന്ന ഫലങ്ങൾ നിങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഫലങ്ങൾ നോക്കി നിങ്ങളുടെ കൈകളിലോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ കൈകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൈകളിലോ ഒക്കെ ആരെയും നിങ്ങൾ പരിചയപ്പെട്ടാലോ അവരുടെ കൈകളിലോ നിങ്ങളുടെ കൈകളിലോ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ നിയമം എങ്ങനെയാണ്? വലത് കൈ പുരുഷന്മാർക്ക്, ഇടത് കൈ സ്ത്രീകൾക്ക്. അത് ഓർത്ത് വെക്കുക. ഇനി ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ദയവായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയ ഇമേജുകളിലേക്ക് പോകാം. നമ്മൾ തയ്യാറാക്കിയ ഇമേജ് ഇതാണ്. അപ്പോൾ ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ പറയുകയാണ്, ഈ കാണുന്നതാണ് നമ്മുടെ ആയുർരേഖ. ഈ പടത്തിനകത്ത് നമ്മൾ ഭാഗ്യരേഖയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഇതിനകത്ത് ഭാഗ്യരേഖ ഞാൻ വരയ്ക്കുന്നില്ല. പഴയ വീഡിയോകളിലൊക്കെ ഭാഗ്യരേഖ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യരേഖ ഇതെന്ന് അറിയാം. ഇപ്പം നമ്മളൊരു ഡെമോയ്ക്ക് വേണ്ടി വരച്ചിരിക്കുന്നതുകൊണ്ട് ഇന്നിവിടെ പറയുന്ന വിഷയങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇവിടെ പറയാനുള്ളത്, ഈ കാണുന്നതാണ് നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ എന്ന് പറയും. ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് പറയും. ഇവിടെ ഒരു ചിഹ്നമുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ശിരോരേഖയിൽ നിന്ന് ഒരു ലൈന് ഇങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഹൃദയരേഖ ടച്ചായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. നടുക്കൊരു തമ്മിലൊരു കണക്ഷൻ. ഇത്തരം ഒരു കണക്ഷൻ നിങ്ങളുടെ കൈകളിലോ നിങ്ങൾ കാണുന്ന ആരുടെങ്കിലും കൈകളിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അവരെ രാജകീയ രീതിയിൽ ജീവിക്കാനായിട്ടുള്ള മൈൻഡ് ഫെറ്റ് ഉള്ളവരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ പ്രവർത്തികളും എല്ലാം വളരെയധികം ഒരു ശക്തമായ ഓർഡർ കൊടുക്കുന്ന പോലെ ആയിരിക്കും. കാരണം ചെറുതായിട്ട് വിരൽ വീഡിയോയിൽ വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. മേളിൽ അല്പം ബ്ലാങ്ക് ആയിട്ടുണ്ടായിരുന്നു, ക്ഷമിക്കുക. ഒരു ചെറിയ കറുത്ത നിഴൽ വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ ഇവിടെ പറയാനുള്ള ഈ ഒരു രാജകീയ മൈൻഡ് ഫെറ്റ് ഉള്ള ആളുകളാണ്. ചിലപ്പോൾ അവർക്ക് സാമ്പത്തിക ഉയർച്ചയൊന്നും കാണണമെന്നില്ല, പക്ഷേ ഒരു രാജാവിനെ പോലെ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിലേക്ക് ആകർഷിക്കാനായിട്ട് അവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കും ജീവിതം. ചില ആളുകൾ വളരെയധികം വിജയത്തിലെത്തും, ചില ആളുകൾ സമനില. പക്ഷേ എങ്കിലും എല്ലാ പ്രതിബന്ധങ്ങളെയും താർത്ത് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ശ്രമങ്ങൾ ജീവിതത്തിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പം മറ്റൊരു ഇമേജ് കൂടി ഞാൻ കാണിക്കാം. അതിൽ വേറൊരു രേഖയും വേറൊരു ഫലവും കൂടിയാണ്. ഇതാണ് അടുത്ത ഇമേജ്. ഈ ഇമേജിൽ ഇവിടെയായിട്ട് ഞാനൊരു നക്ഷത്ര ചിഹ്നം വരച്ചിട്ടുണ്ട്. കൈകളിൽ നക്ഷത്ര ചിഹ്നം വരുന്നത് ശുഭവും അശുഭവുമായ ലക്ഷണങ്ങളാണ് മനുഷ്യന് നൽകുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന നക്ഷത്ര ചിഹ്നം വളരെ ശുഭകരമായ ഒരു നക്ഷത്ര ചിഹ്നമാണ് ഈ കാണുന്നത്. അതായത് ഈ ഒരു ഭാഗത്താണ് നക്ഷത്ര ചിഹ്നം വരുന്നതെങ്കിൽ, മറ്റ് രേഖകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഒരു ഭാഗത്ത് നക്ഷത്ര ചിഹ്നം വരികയാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് ജോലിയിൽ വളരെയധികം ഉയർച്ച, സാമ്പത്തികമായി ഉയരാനൊക്കെ സഹായിക്കും. അതായത് എന്തെല്ലാം ജോലികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭക്ഷണത്തോടും വെള്ളത്തിനോടും ബന്ധപ്പെട്ട ജോലികളായിരിക്കും ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ ഹോട്ടലിൽ നടത്താം, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുന്ന ആളുകളാവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ വലിയ വലിയ ഫുഡ് പ്രോഡക്റ്റുകളൊക്കെ ഇറക്കുന്ന ആളുകളായി തീരാൻ സാധ്യതയുണ്ട്. വെള്ളം ഉപയോഗിച്ച് ചിലപ്പോൾ മറ്റ് ഡ്രിങ്കിങ് മറ്റ് സാധനങ്ങളുണ്ടല്ലോ, ഒരുപാട് ഭംഗിയുള്ള ജ്യൂസുകൾ പോലുള്ള കാര്യങ്ങളാവാം. അങ്ങനെ വെള്ളവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളുകളായി തീരാനുള്ള ഒരു നക്ഷത്ര ചിഹ്നമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു നക്ഷത്ര ചിഹ്നം വന്നു കഴിഞ്ഞാൽ ആളുടെ ക്യാരക്ടർ അതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ 2 ഇമേജുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഫലം. അപ്പോൾ കഴിഞ്ഞ ദിവസമെല്ലാം നമ്മളൊരു ട്യൂട്ടോറിയലിൻ്റെ ഭാഗമായിട്ട് കൈകളിലെ മണ്ഡലങ്ങളെപ്പറ്റി ഒരു 3-മോ 4-മോ ഒക്കെ ഇമേജ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു പൊതു അറിവിന് വേണ്ടി നമ്മൾ ആ കൈകളിലെ മണ്ഡലങ്ങൾ മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. അതിൻ്റെ സ്വഭാവവും എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ അതേപ്പറ്റി ആധികാരികമായി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രധാനമായി ഹസ്തരേഖ പഠിക്കുമ്പോൾ നമ്മൾ ആ മണ്ഡലത്തിനെ പറ്റി പേരുകൾ മാത്രം ഒന്ന് അറിഞ്ഞു വെക്കുക, അത് എവിടെയൊക്കെ വരുന്നു എന്ന് ഓർത്ത് വെക്കുക. അത്രയും തന്നെ മതി. കാരണം മണ്ഡലങ്ങളുടെ പേര് ഓർത്താലും ഓർത്തില്ലെങ്കിലും ഒരു രേഖയുടെ സ്വഭാവം നമുക്കറിയാം. അത് വന്ന ഭാഗമൊക്കെ നമുക്ക് ഇമേജ് വഴി ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായും ആ ഫലമാണെന്ന് നമുക്ക് ഒരാളുടെ കയ്യിൽ നോക്കുമ്പോൾ മനസ്സിലാവും. മണ്ഡലത്തിൻ്റെ പേരുകളോ വിവരങ്ങളോ ഒന്നും എടുത്ത് പറയണമെന്നൊന്നുമില്ല. കാരണം നമ്മളിവിടെ ജസ്റ്റ് ഇതേപ്പറ്റി ഒരു അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ നമ്മൾ പൂർണ്ണമായ ഒരു പാമിസ്ട്രികളായി തീരാമെന്ന രീതിക്കല്ല നമ്മളിവിടെ ഈ ഒരു രേഖയെപ്പറ്റി നമ്മുടെ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് അവിടെ അത്രയും മതി എന്ന് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, മണ്ഡലത്തിൻ്റെ പേരുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വരുന്ന എല്ലാ ലൈനുകളും രേഖകളും ഒക്കെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലായിരിക്കും അവസാനിക്കുന്നത്.
അപ്പോൾ നമുക്കറിയാമല്ലോ തീർച്ചയായും ഏത് മണ്ഡലമാണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ മണ്ഡലത്തിന് പേര് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ടതാണ്. ഇനി ബാക്കി കാര്യങ്ങൾ എന്തുകൊണ്ട് അതിൽ കൂടുതൽ പറയുന്നില്ല വെച്ചാൽ, കൂടുതലായിട്ട് ബാക്കി മണ്ഡലങ്ങളിൽ വരുന്ന ചിഹ്നങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ അത് വളരെയധികം ജീവിതത്തിൽ മോശമായ അനുഭവങ്ങൾ കൊണ്ടിരുന്ന ചിഹ്നങ്ങളും രേഖകളുമാണ്. അത്തരം രേഖകളായിരിക്കാം ചിലപ്പോൾ ആ മണ്ഡലങ്ങളിൽ വന്ന് അവസാനിക്കുന്നത് പലപ്പോഴും കൂടുതലായിട്ട്. അപ്പോൾ അത്തരം രേഖകളെപ്പറ്റി നമ്മൾ അറിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമെങ്കിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുക. കാരണം വെച്ച് കഴിഞ്ഞാൽ മോശമായ രേഖകൾ നമ്മുടെ കൈകളിൽ ഉണ്ടാകും എപ്പോഴും, നല്ല രേഖകളും കൂടുതലായി കാണും. അപ്പോൾ ഇതിൽ മോശമായ രേഖയെപ്പറ്റി നമ്മൾ അറിയാതെ നല്ല രേഖയെപ്പറ്റി നമ്മൾ അറിയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഭാഗ്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. മോശമായ രേഖയുണ്ടെന്ന് പറഞ്ഞിട്ട് മോശമായ അനുഭവം ഒന്നും ജീവിതത്തിൽ വരണമെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബാക്കി കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇപ്പം നമുക്ക് വളരെയധികം നല്ല രീതിക്കൊരു ഭാഗ്യരേഖ ഉണ്ടെന്ന് കരുതുക. ആ ഭാഗ്യരേഖയിൽ മറ്റേ പൊട്ടലോ വെള്ളലോ ഒന്നും ഇല്ലെന്ന് തന്നെ കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ജോലിയിൽ ആ സമയത്ത് ജ്യോതിഷപരമായി എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ ഗ്രഹനില പ്രകാരം എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലോ നമുക്ക് ഈ ഭാഗ്യ അനുഭവത്തിൽ കിട്ടത്തില്ല. അപ്പം മനസ്സിലായല്ലോ, ഹസ്തരേഖയിൽ എത്ര ലൈനുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി വരുന്നതെല്ലാം നമ്മൾ ഗുഡ് ഫൈനുകളെ പറ്റി സംസാരിക്കുമ്പോൾ ആ ഗുഡ് ഫൈനുകൾ, ഗുഡ് മാർക്കുകൾ, അതുപോലെ നല്ല രേഖകളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുന്ന രേഖകളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ കൈകളിൽ വരിക. ഞാൻ പറഞ്ഞിരുന്നു ആദ്യ കാലത്ത് തന്നെ ഞാൻ വീഡിയോയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആ വിഷയം ഒന്നുകൂടി എടുത്തു പറയുകയാണ്. നമ്മൾ നല്ല മോട്ടിവേഷൻ കിട്ടുന്ന ബുക്കുകളും മറ്റ് കാര്യങ്ങളൊക്കെ വായിക്കുന്നതിനനുസരിച്ചുള്ള രേഖകൾ നമ്മുടെ കൈകളിൽ രൂപപ്പെടും. നമ്മൾ മോശമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്താണ് നമ്മുടെ കൈകളിലേക്ക് മോശമായ രേഖകളും വരിക. അപ്പം നല്ല രീതിയിലുള്ള ഒരു മൈൻഡ് ഫിറ്റാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ കൈകളിലേക്ക് വരുന്നത് നല്ല രീതിയിലുള്ള രേഖകളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രേഖകളെപ്പറ്റി അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കൈകളിലേക്ക് വരുന്നത് നല്ല രേഖകളായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ 3 മാസം കൂടുമ്പോഴും 2 മാസം കൂടുമ്പോഴും ഒക്കെ നമ്മുടെ രേഖകൾ തെളിയുകയും മങ്ങുകയും പോവുകയും മായുകയും വരികയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ചിലപ്പോൾ ഒരു നക്ഷത്ര ചിഹ്നം വന്ന് കുറച്ച് കഴിയുമ്പോൾ അത് മാഞ്ഞു പോവാം. ചില സമയങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് കൈകളിലേക്ക് നോക്കുവാണെങ്കിൽ ചില സമയം കൈരേഖ മങ്ങിയിരിക്കും. ഉച്ചയ്ക്ക് ശേഷവും രാത്രിയിലെ ആ കൈരേഖയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൈരേഖ വളരെയധികം ദൃഢമായി തെളിഞ്ഞു നിൽക്കും. അപ്പോൾ ചില സമയങ്ങളിൽ അങ്ങനെ ചേഞ്ചസ് നടക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫ്രഷ് മൈൻഡായിട്ടായിരിക്കും എഴുതുന്നത്. ഫ്രഷ് മൈൻഡ് ആയിരിക്കുമ്പോൾ നമ്മുടെ കൈകളിലെ രേഖയും ഫ്രഷാണ്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് നല്ല കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കുന്നതെങ്കിൽ, നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ, നല്ല അറിവുകളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ മുന്നോട്ട് നമ്മുടെ രേഖകളും അതേ രീതി വരും. പകരം നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നമ്മുടെ കൈകളിൽ നെഗറ്റീവ് രേഖകൾ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് രേഖകളെ പറ്റി പറയുക, നല്ല രേഖകളെ പറ്റി പറയുക, ഗുഡ് സൈനുകളെ പറ്റി പറയുക. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായും നമുക്ക് നല്ല രേഖകളുടെ ഫലം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ വെറുതെ നമ്മൾ മറ്റ് രേഖകളെപ്പറ്റി മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായും നല്ല രേഖകൾ തന്നെ കോടിക്കണക്കിന് എണ്ണം പറയാനുണ്ട്. പലർക്കും വ്യത്യസ്തമാണ്. ഒരാളുടെ ഹസ്തരേഖ പോലെ അല്ല മറ്റൊരാളുടെ ഹസ്തരേഖ. ഇരട്ടകളിൽ പോലും ഹസ്തരേഖയ്ക്ക് വ്യത്യാസമുണ്ടെന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇമേജിലൂടെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതുകൊണ്ട് ആ ട്യൂട്ടോറിയലിൽ നമ്മൾ മണ്ഡലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പുതിയ പുതിയ ഇമേജുകൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇമേജുകൾ ഏത് മണ്ഡലത്തിൽ വരുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനോട് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിലും സാരമില്ല. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു ഗുഡ് ഫൈൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വരുന്ന വിരലിൻ്റെ താഴ്വശം ഏത് ഭാഗത്താണ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഒരു പുരുഷൻ്റെ ഹസ്തത്തിലോട്ട് നോക്കുമ്പോൾ കയ്യിലേക്ക് നോക്കുമ്പോൾ അത് വലത് കൈയിലാണ് നോക്കേണ്ടത് നമ്മൾ പഠിച്ചു. സ്ത്രീയുടെ ഇടത് കൈയിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് പഠിച്ചു. 2 സ്ത്രീകൾ തമ്മിൽ നോക്കുമ്പോൾ ഇടത് കൈകളിലാണ് നോക്കണമെന്ന് പഠിച്ചു. 2 പുരുഷന്മാർ തമ്മിൽ നോക്കുമ്പോൾ വലത് കൈകളിലാണ് നോക്കണമെന്ന് നമ്മൾ പഠിച്ചു. പുരുഷൻ സ്ത്രീയെ ചെക്ക് ചെയ്യുമ്പോൾ ഇടത് കൈയിൽ നോക്കണം, സ്ത്രീ പുരുഷനെ ചെക്ക് ചെയ്യുമ്പോൾ വലത് കൈയിൽ നോക്കണം. ഇത്രയും കാര്യം നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണിത്. മണ്ഡലങ്ങളുടെ പേരൊന്നും നമ്മുടെ അടുത്തേക്ക് എത്തുന്ന അല്ല നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന ആളെ പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആ രേഖ വന്നാൽ എന്താണ് ഫലം, ഈ രേഖ ഇവിടെ വന്നാൽ എന്താണ് ഫലം, ഈ രീതിയിൽ സംസാരിച്ചാൽ മതി. അല്ലാതെ ഈ കാണുന്ന ഇന്ന മണ്ഡലമാണ്, ഇവിടെ ഇന്ന രേഖ വന്നാൽ ഇന്നതാണ് ഫലം, അങ്ങനെയൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ഫൈൻ കാണുക, നോക്കുക, അവിടെ ഉണ്ടോ എന്ന് നോക്കുക, അങ്ങോട്ട് അതിൻ്റെ ഫലം പറയുക, മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. വളരെ നിസ്സാരമാണ്. കാരണം നമ്മുടെ നാടുകളിൽ പണ്ടുണ്ടായിരുന്ന ആളുകളൊക്കെ ലെൻസുമായിട്ട് വരുന്ന കാലത്തും നമ്മളോട് മണ്ഡലങ്ങളുടെ പേരൊന്നും പറയാറില്ല. അവർ വെറുതെ കൈ പിടിച്ച് നോക്കിയിട്ട് അവർക്ക് ചിലപ്പോൾ അവർ പറയും സത്യമാണ്, ചിലപ്പോൾ അവർ പറയും കള്ളമാകാം, എന്ത് വേണമല്ലോ. ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് ചില സമയം അവർ സംസാരിക്കുന്നത് സത്യമാകണമെന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പാമ്പശ്രീ സംസാരിക്കേണ്ടത്. ഹസ്തരേഖ ശാസ്ത്രത്തിൽ നമുക്ക് സംസാരിക്കേണ്ടത്. മണ്ഡലങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ അറിവ് ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കുക. മറ്റ് മണ്ഡലങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങളോ ഏറ്റക്കുറച്ചുകളോ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഇനിയിപ്പോൾ ഉടനെ തന്നെ നമ്മൾ പാമ്പശ്രീയുടെ പുതിയ രീതിയിലുള്ള വീഡിയോകൾ വരുന്നുണ്ട്. ഇന്ന് കാണിച്ചതിൽ കൂടുതലല്ലാതെ
കൂടുതലായിട്ടുള്ള പാമിസ്ട്രിയൽ ഇമേജുകൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരം മാറ്റങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഒരു മനുഷ്യൻ്റെ കൈകളിൽ എത്ര രേഖകൾ, നല്ല രേഖകൾ വരുന്നു എന്ന് തന്നെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാമിസ്ട്രി മനസ്സിലാക്കി എടുക്കാനേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. വെറുതെ അതിൻ്റെ നിയമവശങ്ങളിലേക്ക് നോക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം അങ്ങനെയാണ് നമുക്ക് ഏറ്റവും എളുപ്പമായ വഴിയിലാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും ഓരോ നക്ഷത്രത്തെ പറ്റി അനലൈസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ രേവതിയിൽ നിന്ന് പുറകോട്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ മുന്നോട്ടായിരിക്കാം. തിരഞ്ഞെടുത്ത നക്ഷത്രങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ വിശാഖം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെപ്പറ്റി നേരത്തെയൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ തിരഞ്ഞെടുത്ത നക്ഷത്രം എന്ന രീതിയിൽ വിശാഖത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. രേവതിയിൽ നമ്മൾ പുറകോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചില സമയം ഓർഡറിലായിരിക്കും, ചില സമയം ഓർഡർ മാറിയായിരിക്കും. എന്ത് വേണമെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് സംസാരിച്ചാൽ മതി. അന്നത്തെ നക്ഷത്രം വിശാഖമാണ്. അപ്പോൾ വിശാഖത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിൽ ഞാൻ സംസാരിച്ചിരുന്നു. വിശാഖ നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്രം 27 നക്ഷത്രക്കാരോടും പൊരുത്തം നോക്കാതെ ഇടപെടുന്ന ഒരു നക്ഷത്രമാണ്. രണ്ടാമത്തെ നക്ഷത്രമാണ് തിരുവോണം. ഒന്നാമത്തെ നക്ഷത്രം തിരുവോണമാണ്. ഏറ്റവും നല്ല രീതിയിൽ ഓർഡർ വരുമ്പോഴത്തേതല്ല, ഏറ്റവും നല്ല രീതിയിൽ ആളുകളോട് പെരുമാറുന്ന നക്ഷത്രമാണ് തിരുവോണം. പിന്നെ ഏറ്റവും നന്നായിട്ട് ആളുകളോട് 27 നക്ഷത്രക്കാരോടും പ്രത്യേകിച്ച് പകയോ വിദ്വേഷമോ ഒന്നും ആദ്യമേ കാണിക്കാതെ അതിന് പെരുമാറുന്ന നക്ഷത്രക്കാരാണ് വിശാഖം. മാന്യമായ ഒരു സ്വഭാവമാണ് അവരുടെ, നല്ല സ്വഭാവമാണ് അവരുടെ. ആ ഒരു രീതിയിലാണ് അവർ കാണുന്ന ആളുകളോടല്ല ഇടപെടുക. ആ ഒരു രീതിയിലാണ് അവരുടെ ഇത്. ചിലപ്പോൾ അവർക്ക് ബാല്യകാലത്ത് കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ നേരിടേണ്ടതായിട്ട് വരും. മധുരഭാഷണമെന്ന് നമുക്ക് പറയാം. മധുരഭാഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മധുരമായി സംസാരിക്കുന്നത്. മധുരമായി സംസാരിക്കുന്ന പുരുഷൻ, മധുരമായി സംസാരിക്കുന്ന സ്ത്രീ. കാരണം വിശാഖ നക്ഷത്രത്തിൻ്റെ പൊതുഫലം ഇവിടെ പറയുമ്പോൾ ഇത് സ്ത്രീക്കും പുരുഷനും ബാധകമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതനുസരിച്ച് സ്ത്രീയും പുരുഷനും അത് തമ്മിൽ വിചാരിക്കുക. ഞാൻ ചിലപ്പോൾ പുരുഷൻ്റെ രീതിയിലേക്ക് സംസാരിക്കുന്നത് മനസ്സിലാക്കിയെടുക്കുക. ഉദാരമതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധനം, അവരുടെ കൈവശത്തുള്ളൊരു സാധനം ചിലപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് നമുക്ക് തരും. ഇപ്പോൾ ചില സമയം ചില പുസ്തകങ്ങൾ അവർക്ക് വായിക്കാനായിട്ട് അവർ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പുസ്തകങ്ങളായിരിക്കാം. അല്ല അവരുടെ ഒരു പേഴ്സണൽ കുറച്ച് പേനയുടെ കളക്ഷൻ ഉണ്ടെന്ന്. ആ പേനയിൽ ചിലത് നമ്മൾ ചോദിക്കുവാണെങ്കിൽ അവരെടുത്ത് നമുക്ക് തരും. അത് 27 നക്ഷത്രക്കാരെ പൊരുത്തം നോക്കിയിട്ടല്ല അവർ തരിക. അവരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ തരും. കാരണം അവരുടെ രീതിയാണ്. അതുപോലെ ഞാൻ പറഞ്ഞു, ധനകാര്യ ഇടപാടുകളുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. അത് നേരത്തെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി ആ വിഷയത്തെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. കാരണം അത് വീണ്ടും സംസാരിക്കുമ്പോൾ അത് അരോചകമായി തീരും. അതുകൊണ്ട് തന്നെ ധനകാര്യ ഇടപാടുകൾ ഇവരെപ്പോഴും ചെയ്യാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ചില സമയം അവരുടെ പിതാവിൽ നിന്നും അവർക്ക് സഹായം കുറയും. കാരണം വെച്ചാൽ അച്ഛനിൽ നിന്ന് അവർക്ക് ഇപ്പോൾ പൊരുത്തമുള്ള നക്ഷത്രമാണെങ്കിലും പൊരുത്തമില്ലാത്ത നക്ഷത്രമാണെങ്കിലും സ്വന്തം പിതാവിൽ നിന്ന് ചിലപ്പോൾ മോശമായ അനുഭവങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ വന്നു ചേരാനുള്ള സാധ്യത വളരെയധികം വിശാഖത്തിന് കൂടുതലാണ്. പിന്നെ അവർക്ക് ഉണ്ട് യാഥാസ്ഥിതിക ബോധമുണ്ട്. യാഥാസ്ഥിതിക ബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രാക്ടിക്കലായിട്ട് അവർ ചിന്തിക്കും, പ്രവർത്തിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കയറി അവർ ചെയ്യും. അതാണ് അവരുടെ രീതി. ബുദ്ധിശക്തി ഉള്ളവരാണ്. ചില ആളുകളിൽ പാദവ്യത്യാസം ഉണ്ടെങ്കിൽ, ബുദ്ധിശക്തി ഉണ്ടെങ്കിലും വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ അവർ പ്രവർത്തിക്കാൻ ചിലപ്പം വൈകിപ്പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധിശക്തി കൊണ്ട് ചില സമയങ്ങളിൽ അവർക്ക് ഉപകാരങ്ങൾ വരാറില്ല. ചിലപ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവർ ചുറ്റപ്പെട്ട് പോകാറുണ്ട്. പക്ഷേ ബുദ്ധിശക്തി ഉള്ള ആളുകളാണ് വിശാഖം. വളരെ ബുദ്ധിശക്തിയുണ്ട്. അതുപോലെ തന്നെ കരുണയുള്ള മനസ്സാണ്, ദയാശീലമുള്ള മനസ്സാണ്, കരുണയുള്ള മനസ്സാണ്. അതായത് എല്ലാ ആളുകളും നമുക്കൊരു ആർജിച്ചെടുത്ത സ്വഭാവങ്ങളുണ്ടല്ലോ. പുറത്തുനിന്ന് നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാടിനനുസരിച്ച് ചിലപ്പോൾ കരുണയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് വറ്റിപ്പോകും നക്ഷത്രക്കാരൻ. പക്ഷേ വിശാഖക്കാരുടെ ഉള്ളിൽ അല്പം കരുണ അവരുടെ ഭാഗത്തുണ്ട്. എത്ര പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ എത്ര വലിയ ഇതാണെങ്കിലും അവർ കരുണ കാണിക്കുന്ന ഒരു ടൈമിൽ അവർ കരുണയോടുകൂടി പ്രവർത്തിക്കും, അല്ലെ സഹായങ്ങളൊക്കെ ചെയ്യും. സ്വതന്ത്രമായ ചിന്തയുള്ളവരാണ്. സ്വതന്ത്രമായ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആദർശങ്ങൾ പറയുന്ന കാര്യത്തിലൊന്നും വലിയ അതായത് വലിയ സമൂഹത്തിലെ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ അങ്ങനെയൊന്നും അനുസരിക്കാറില്ല. കാരണം അവർക്ക് അവരുടേതായ ഒരു രീതിയുണ്ട്. ആ ഒരു സ്വതന്ത്ര ചിന്താഗതിക്ക് വരുന്ന തടസ്സങ്ങളൊക്കെ ഇവർ എന്തുവരെ കൊടുത്തും തട്ടിമാറ്റും. അതുപോലെ തന്നെ ബഹുമാനിക്കപ്പെടും. എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനിക്കപ്പെടും. ധാരാളം സുഹൃത്തുക്കളുണ്ടാകും. ഞാൻ പറഞ്ഞു 27കാരോടും ഇവർ ഇടപെടുന്നത് വളരെ മാന്യമായ രീതിയിലായതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം ബഹുമാനം ലഭിക്കും. സുഹൃത്തുക്കളുടെ ഒരു വലയും എപ്പോഴും ഇവരോട് ഇപ്പോൾ ഉണ്ടായിരിക്കും. കാരണം ഏതൊരു പ്രശ്നം വരുമ്പോഴും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ സുഹൃത്തുക്കൾ വരും. കുലീനത ഉണ്ടാകും. കുലീനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തികമായ ചുറ്റുപാടിൽ നിന്ന് വന്നവരാണെങ്കിൽ ചില സമയങ്ങളിൽ അവർക്ക് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരും. പക്ഷേ എങ്കിലും അവർക്ക് സാമ്പത്തികത്തിൻ്റെ ഒരു രൂപം അവർക്കുണ്ടാകും. സമ്പത്തില്ലാത്ത ആളായിട്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നുകയില്ല. സമ്പത്തുള്ള വീട്ടിലെ ഒരു വ്യക്തിയാണ് അല്ലെ ഒരു അംഗമാണ് എന്ന് നമുക്ക് തോന്നും, മനസ്സിലാക്കുക. പിന്നെ ആരോഗ്യമുള്ള ശരീരമായിരിക്കാം. ചില ആളുകൾ മാത്രം വളരെയധികം ക്ഷീണതയുള്ളവരുണ്ട്. പാദവ്യത്യാസവും ഗ്രഹനില അനുസരിച്ചും വളർന്ന ചുറ്റുപാടുമാണ്. മാക്സിമം വിശാഖത്തിലുള്ള ആളുകളെല്ലാം സാധാരണ കോമൺ ആയിട്ട്
അവരെല്ലാം ഒരു ആരോഗ്യമുള്ള ആളുകളാണ്. അതുപോലെ ആകർഷകമായ വ്യക്തിത്വമാണ്. ഞാൻ പറഞ്ഞു സ്വഭാവം നല്ല രീതിയിലാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ആകർഷകമായ വ്യക്തിത്വമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹൃദ്യമായ പെരുമാറ്റമാണെന്ന് ഞാൻ പറഞ്ഞു. അതും 27 നക്ഷത്രക്കാരോടും അങ്ങനെ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ സെയിൽ നിൽക്കുക, അങ്ങനെയുള്ള സെയിൽസ്മാൻ ആവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്പനിയിലേക്ക് ആളുകളെ ചേർക്കുന്ന ജോലി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഇവർക്ക് വളരെയധികം കഴിവുണ്ട്. പോയി വന്ന് ട്രാവൽ ചെയ്തുകൊണ്ടുള്ള ജോലികൾ ചെയ്യുക. അപ്പോൾ ഹൃദ്യമായ പെരുമാറ്റം, നല്ല സ്വഭാവം, ഉദാരമതി, ബുദ്ധിശക്തി, ജോലിയിൽ സാമർഥ്യം തുടങ്ങിയവയെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഒരു ജോലി ഈസിയായിട്ട് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റും. ചില സ്ഥാപനങ്ങളൊക്കെ മാനേജറായിട്ടിരിക്കുക, ധനകാര്യ വിനിയോഗങ്ങൾ നടത്തുക, അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് നല്ലൊരു സ്വഭാവം വേണം. മറ്റ് ചിന്താഗതി ഉള്ള ഒരാൾക്ക് ധനകാര്യമൊന്നും നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല. സത്യസന്ധതയുള്ള ആളുകളാണ് ഇവർ. സത്യസന്ധത, ജോലിയിൽ ആത്മാർത്ഥത എല്ലാം ഇവർക്കുണ്ട്. ഹൃദ്യമായ പെരുമാറ്റമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾ, ഇപ്പം വരുന്ന കസ്റ്റമർ ഇവരോട് മാന്യമായിട്ട് പെരുമാറുകയും വീണ്ടും അവിടെ ചെല്ലാനായിട്ടുള്ള തോന്നലുണ്ടാവുകയും ചെയ്യും വരുന്ന കസ്റ്റമർക്ക്. കാരണം ഒരു വെറുപ്പോ വിദ്വേഷമോ തോന്നുകയില്ല. 27 നക്ഷത്രത്തിൽപ്പെട്ട പൊരുത്തമില്ലാത്ത ആളാണ് മുന്നിൽ ചെല്ലുന്നെങ്കിലും കാണുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഇവരുടെ ഒരു സംസാര ശൈലി കൊണ്ട് ആ പൊരുത്തമില്ലാത്ത ആളെയും കൂടി മുന്നിൽ പിടിച്ചിരുത്താനുള്ള ഒരു കാന്തിക ശക്തി ഇവർക്കുണ്ട്. മനസ്സിലാക്കുക. മറ്റു പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരാണെങ്കിൽ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ നോക്കണ്ട. ഒരു സ്ഥാപനം വിട്ടിരിക്കുകയാണെങ്കിൽ പോലും പൊരുത്തമില്ലാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ നോക്കണ്ട, ഒരു കച്ചവടം അവിടെ നടക്കത്തില്ല, വാക്കിറക്കത്തിൽ പോവുകയും ചെയ്യും. പക്ഷേ വിശാഖത്തിരിക്കുന്ന ഒരാളാണ് ഇരിക്കുന്നതെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആൾക്ക് ചിലപ്പോൾ വിരോധമുള്ള നക്ഷത്രക്കാരൻ വരുമ്പോഴേ ഈ വ്യക്തിയെ കാണുമ്പോഴേ ഒരു ഇഷ്ടക്കുറവ് മുഖത്ത് വന്നെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഇടപെടൽ, സ്നേഹത്തോടുള്ള പെരുമാറ്റം കൊണ്ടും സഹകരണ മനോഭാവം കൊണ്ടും ആ വ്യക്തിയോടുള്ള ആദ്യം തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് മാറിയിട്ട് ആ വ്യക്തിയോട് കൂടി സഹകരിക്കും 27 നക്ഷത്രത്തിൽപ്പെട്ടവർ. ഓക്കെ. അപ്പോൾ നേർവഴിയിലൂടെയുള്ള നടത്തം, നേർവഴി എന്ന് പറഞ്ഞാൽ ജോലികളിലുള്ള നേർവഴിയായ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലാതെ വലിയ ഒരു സമ്പത്തിനെ എടുത്ത് കളയുന്ന രീതിയിലുള്ള പ്രവർത്തികളൊന്നും ഇവരെ ചെയ്യാറില്ല. വിനയമുള്ള സ്വഭാവക്കാരാണ്. എല്ലാ നക്ഷത്രക്കാരും വിനയമുള്ളവരല്ല. തലയെടുപ്പോടുകൂടി നിൽക്കുന്ന നക്ഷത്രക്കാരുണ്ട്. തലയെടുപ്പോടുകൂടി നിൽക്കുന്ന നക്ഷത്രക്കാരെ തലയെടുപ്പ് കാണുമ്പോൾ ഇനി മനസ്സിൽ വിനയമുണ്ടെങ്കിലും വിനയമില്ലാത്ത ആളായിട്ട് തന്നെ കൂട്ടത്തും. തലയെടുപ്പോടുകൂടി തലയുയർത്തി നിൽക്കുന്ന ആളുകളാണ് അശ്വതി നക്ഷത്രത്തിൽപ്പെട്ടവർ. അവർക്ക് വിനയ സ്വഭാവം അവർ കാണിക്കുമെങ്കിലും പുറത്തുള്ള ആൾക്കത് വിനയ സ്വഭാവമായിട്ട് തോന്നാറില്ല. മുഖത്ത് വിനയം അങ്ങനെ കാണാറില്ല. സ്വഭാവത്തിൽ വിനയം ഉണ്ടാവും, പക്ഷേ മുഖഭാവം കൊണ്ട് യാതൊരുവിധ വിനയവും അശ്വതി നക്ഷത്രക്കാരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാണത്തില്ല, പുരുഷനാണ് സ്ത്രീ ആയാലും. അതുപോലെ തന്നെ രേവതിയിലുള്ള നക്ഷത്രക്കാരും തലയെടുപ്പോടു കൂടിയാണ് നിൽക്കുക. അല്ലാതെ വിനയത്തോടു കൂടിയുള്ള സ്വഭാവം, ചിലപ്പോൾ സംസാരത്തിൽ വിനയം കാണും, പക്ഷേ രൂപത്തിൽ വിനയം കാണുകയില്ല. തിരുവോണത്തിലുള്ള ആളുകൾ വിനയത്തിലുള്ള സ്വഭാവമല്ല, തലയെടുപ്പോടു കൂടിയാണ് തന്നെയാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രൂപത്തിൽ വിനയമല്ല, സംസാരത്തിനും സ്വഭാവത്തിലും വിനയമുണ്ട്. ആ ഒരു സ്വഭാവം കൊണ്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. തിരുവാതിരയുള്ളവരാണെങ്കിലും ഗർവോടുകൂടിയാണ് നിൽക്കുന്നത്. അതത് അഹങ്കാരമല്ല, ഗർവോട്, തലയെടുപ്പോടുകൂടി സംസാര ശൈലിയുമായ രീതിയിലായിരിക്കാം. തൃക്കാട്ടയുള്ളവരും അതേ രീതിയിലാണ്. ഭരണയിലുള്ളവരും വളരെ ഉയർന്ന രീതിയിലാണ് സംസാരിക്കുക, ഇടപെടുകയും ചെയ്യുക. താഴെയുള്ള ജോലിയാണെങ്കിലും ഓണറോടും സംസാരിക്കുന്നത്, ജോലിയുടെ ഒരു മുതലാളിയോട് സംസാരിക്കും. പൂരാടത്തിലുള്ളവരാണെങ്കിലും വിനയ സ്വഭാവം അല്ല. വിനയം സംസാരത്തിലും പെരുമാറ്റത്തിലുമാണ്, രൂപത്തിൽ വിനയമല്ല. അത് ചില ആളുകളുടെ രൂപത്തിൽ മാത്രം നിഷ്കളങ്ക ഭാവമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ സ്വഭാവത്തിൽ വിനയത്തിലല്ല അവരുടെ ഇടപാടിൽ. പക്ഷേ വിഷാദത്തിലുള്ളവരെ വിനയത്തിലാണ്. ഒട്ടുമിക്ക നക്ഷത്രക്കാരും വിനയത്തോടെ ഇടപെടുന്നവരല്ല. സംസാരത്തിൻ്റെയും ചില ബിസിനസ്സുകൾ നടക്കേണ്ടതുകൊണ്ടും നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ ഒരു നിലയനുസരിച്ച് വിനയത്തോട് പെരുമാറുന്നു, നല്ല രീതിയിലുള്ള ഇടപെടൽ കാണുന്നു. അവിടുന്ന് ആ ഒരു ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി വിനയത്തിലുള്ള ആളല്ല, ആ വ്യക്തിക്ക് വിനയവുമില്ല. അതാണ് സാധാരണ എല്ലാ നക്ഷത്രക്കാരും. പക്ഷെ വിഷാദത്തിലുള്ളവരുടെ ഒരു പെരുമാറ്റം കംപ്ലീറ്റ് വിനയമാണ്. കംപ്ലീറ്റ് വിനയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ കയറി ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. ഈ വളർന്നു വരുന്ന ചുറ്റുപാട് കൊണ്ട് ഇനി അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരിൽ ഓട്ടോമാറ്റിക് ഒരു വിനയവും സത്യസന്ധതയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്, വന്നിട്ടുണ്ടെങ്കിൽ മറ്റു നക്ഷത്രക്കാർ വിശാഖം ഒഴിച്ച് മറ്റു നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ കൂടുതൽ ആളുകൾ കബളിപ്പിക്കുകയും കൂടുതൽ ചൂഷണം ചെയ്യുകയും ചെയ്യും. അത് പിന്നീട് തിരുത്തിയെടുക്കാവുന്ന കാര്യമാണ്. പക്ഷേ വിഷാദത്തിലുള്ളവർക്ക് വിനയമുണ്ടെന്ന് കരുതി ഇവരെ പറ്റിക്കാമെന്ന് കരുതി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെയധികം ബുദ്ധിയുള്ളവരാണ്. മനസ്സിലാക്കുക, എല്ലാ ആളുകളും ബുദ്ധിമാന്മാരാണെങ്കിലും ചില സമയം വിനയ സ്വഭാവം ഉണ്ടെങ്കിൽ വിഡ്ഢിത്തരങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷേ വിഷാദത്തിലുള്ളവർ ബുദ്ധിയുള്ളവരാണ്. ബുദ്ധിപരമായിട്ട് അവർ പലതിനും ഒഴിഞ്ഞു മാറും. സ്വാധീന ശക്തിയുള്ളതാണ്. ചില സമയങ്ങളിൽ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. പക്ഷേ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജോലിക്ക് നിൽക്കുകയാണ്. ജോലിക്ക് നിൽക്കുന്നതാണ് ഇഷ്ടം. ശമ്പളം വാങ്ങുക, ജോലിക്ക് നിൽക്കുക, അങ്ങനെയുള്ള രീതിയിലായതുകൊണ്ട് തന്നെ സ്വാധീന ശക്തി, ചിലപ്പോൾ ആ ഒരു മാനേജർ പോസ്റ്റിലാണെങ്കിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള സ്വാധീന ശക്തി ഇവർക്ക് കൂടുതലാണ്.
പിന്നെ കുലീനതയുണ്ട്, രാജകീയതയുണ്ട്, ഊർജ്ജസ്വലതയുണ്ട്. ഊർജ്ജസ്വലത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഊർജ്ജസ്വലത. ഇപ്പോൾ രാവിലെ എഴുന്നേക്കണേ രാവിലെ എഴുന്നേക്കും, വൈകിട്ടൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇവർ വൈകിട്ടൊരു സ്ഥലത്തേക്ക് പോകും. പ്രത്യേകിച്ച് ശാരീരിക അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു വെല്ലായ്മ, ഒരു ബുദ്ധിമുട്ട്, ഇറങ്ങാൻ നേരത്തൊരു തടസ്സം, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എപ്പം കുളിക്കുന്നു അപ്പം തന്നെ ഡ്രസ്സ് ഇടുന്നു, അപ്പം തന്നെ അവർ യാത്രയിലേക്ക് കടക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പോകുന്ന വഴി. അങ്ങനെയുള്ള രീതിയിലുള്ള മൈൻഡ് ഫിറ്റിലാണ് അവർ പോകുന്നത്. ഭക്ഷണമൊക്കെ പുറത്തു നിന്നു അങ്ങനെയാണ്. മറ്റുള്ളവർ അങ്ങനെയല്ല. ചിലപ്പോൾ ജീവിതത്തിൽ ചില നക്ഷത്രക്കാരെ, ഇപ്പോൾ 27കാരാണെങ്കിലും വിശാഖം ഒഴിച്ച് ബാക്കിയുള്ളവരിലൊക്കെ ചിലപ്പോൾ ഒരു ടൈം ടേബിൾ കാണും. ടൈം ടേബിൾ വെച്ച് രാവിലെ ഇത്ര മണിക്ക് ഭക്ഷണം കഴിച്ചെങ്കിൽ അതിന് മുമ്പ് ഒരു ഭക്ഷണം കഴിപ്പോൾ ബുദ്ധിമുട്ട്, അല്ല അതിന് പിന്നെ ഒരു ഭക്ഷണം കഴിപ്പോൾ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ വന്നിട്ട് യാത്ര അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് യാത്രയായിരിക്കും. പക്ഷെ വിശാഖങ്കർ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതലും ജോലി അനുയോജ്യമായത് ട്രാവലിങ്ങിനാണ്. കാരണം സൗകര്യം ഉള്ളപ്പോൾ അങ്ങോട്ട് ട്രാവൽ ചെയ്ത് പോകാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇവർ പുറകോട്ട് വരാത്തത് കൊണ്ട് തന്നെ ഈസിയായിട്ട് അവർക്ക് ഊർജ്ജസ്വലതയുണ്ട്. എപ്പോഴും ഊർജ്ജസ്വലതയുണ്ട്. കണ്ണ് തുറന്ന് എഴുന്നേറ്റ് അന്നേരം തന്നെ ഇവർക്ക് ഊർജ്ജസ്വലത അനുഭവപ്പെടും. ഒരു ക്ഷീണതയോ അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയോ, ഉറക്കത്തിൽ എഴുന്നേറ്റ് കുറേ നേരം കഴിഞ്ഞ് സ്ഥലകാലബോധം വീണ്ടെടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. ബഹുമാനിക്കപ്പെടുന്ന ആളുകളാണ്, സ്വതന്ത്ര ചിന്തയുള്ളവരാണ്, നേർവഴിയിലൂടെ നടക്കുന്ന ആളുകളാണ്, കൃത്യമായ പെരുമാറ്റമുള്ളവരാണ്, ആകർഷമായ വ്യക്തിത്വമുള്ളവരാണ്. പിന്നെ ദൈവവിശ്വാസമുണ്ട്. ദൈവവിശ്വാസം പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഒരു ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കും. അവർ ചിലപ്പോൾ മതത്തിലുള്ളതായിരിക്കാം, അല്ലാത്ത മതത്തിലുള്ളവരൊക്കെ എതിരെയുള്ള ദൈവത്തെ അവർക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ പൂർണ്ണമായും യാഥാസ്ഥിതികത ഉണ്ടെങ്കിലും അവർ പൂർണ്ണമായും യുക്തിവാദം ഒന്നും പറയാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ തീർച്ചയായും ദൈവവിശ്വാസമുള്ള ആളുകളാണ്. ചില സമയങ്ങളിൽ മുൻകോപം ഉണ്ടാകുന്നുണ്ട്. അത് അത്ര വേണ്ടപ്പെട്ട ആളുകളോട്, അടുത്തിടപെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെയുള്ള ആളുകളോടാണ് ഇവർ മുൻകോപം കാണിക്കുക, ദേഷ്യം കാണിക്കുക. അല്ലാത്ത ഒരു പുറത്ത് ചെന്നിട്ട് പൊതുസ്ഥലത്ത് ചെന്നിട്ട് ഇവരങ്ങനെ ദേഷ്യം കാണിക്കാറില്ല. കാരണം അവരുടെ ജോലി സ്ഥലത്ത് അവർ ദേഷ്യം കാണിക്കാറില്ല. അവരുടെ ജോലി സ്ഥലത്ത് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറയുകയാണെങ്കിൽ തന്നെ അവർ വിനയത്തോടു കൂടി നിന്ന് അത് മാന്യമായ രീതിയിൽ സംസാരിച്ച് അവർ നീങ്ങും. അവർ പൊട്ടിത്തെറിക്കാറൊന്നുമില്ല അങ്ങനെ. പക്ഷേ വീട്ടിലിപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും അറിയാം, തമ്മിൽ അറിയാവുന്ന ആളുകളാണെങ്കിൽ അതിപ്പോൾ 27 വർഷത്തിൽപ്പെട്ടവർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കുന്നില്ല. അവർ പൊട്ടിത്തെറിക്കേണ്ടപ്പോൾ പൊട്ടിത്തെറിക്കും ഭവനത്തിൽ. അല്ലാതെ പുറത്തുള്ള സ്ഥലങ്ങളിൽ അവർ പൊട്ടിത്തെറിക്കൽ അല്പം കുറവാണ്. ഇനി അതുപോലൊരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായും അവർ പൊട്ടിത്തെറിച്ചെന്നും വരാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇനി ഇവർക്ക് അനുയോജ്യമായ ചില തൊഴിലുകളും കൂടി നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഇവർക്ക് ശമ്പളം മേടിച്ചുള്ള ജോലികളാണ് കൂടുതൽ ഇഷ്ടം. കാരണം ബിസിനസ്സിൻ്റെ വലിയ റിസ്കുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ടൊന്നും ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, യാത്രയോട് ഇവർക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രാവൽ ഏജൻസിയുടെ ആളാകുക, ഒന്നുകിൽ വാഹനം ഓടിക്കുന്ന ആളാവുക, അല്ലെങ്കിൽ അത് നടത്തുന്ന ആളാവുക, എന്ത് വേണേലും യാത്ര എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇപ്പം വിദേശയാത്രയാണെങ്കിലും ഇവർ ചെയ്യാനായിട്ട് അവർ കുറുക്ക് പ്രയാസവുമില്ല. മറ്റുള്ളവർക്ക് വിദേശയാത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. വിദേശത്ത് പോകണമെങ്കിൽ പോലും ഒരു യാത്രയുടെ ഒരു കാര്യം വരുമ്പോൾ ചിലപ്പോൾ അല്പം ഉൾവലിയുന്ന സ്വഭാവം ചിലർ ചിലപ്പോൾ കാണിച്ചെന്ന് വരും. അതുവരെയുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ചിലപ്പോൾ പോയതും വരും. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വിശാഖ നക്ഷത്രക്കാർക്ക് ഇല്ല. ടൂറിസം ഇവർക്ക് ഇഷ്ടമാണ്. ടൂർ പോവുക, ടൂറിസത്തിൻ്റെ ഭാഗത്തിൻ്റെ ആളാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അന്താരാഷ്ട്ര ചില ഇടപാടുകളൊക്കെ നടത്തും. അതായത് ഞാൻ പറഞ്ഞു, വിദേശത്ത് പോയി അവിടെ നിന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ചില വസ്തുക്കൾ നാട്ടിലെത്തിക്കുക, അല്ലെങ്കിൽ ചില ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വിദേശത്ത് പോവുക. അങ്ങനെയുള്ള ആളുകളെ നമുക്കറിയാമല്ലോ. വിദേശത്ത് പോകുന്നു, വിദേശത്ത് വരുന്നു, വിദേശത്ത് പോകുന്നു, അങ്ങനെയുള്ള രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ ജീവിക്കാനുള്ള പ്രവർത്തികൾ കാണിക്കാൻ അറിയാവുന്ന ആളുകളാണ് വിശാഖത്തുള്ളത്. പിന്നെ കെട്ടിട നിർമ്മാണം എന്ന് പറയുന്ന ഒരു ജോലി ഇവർക്ക് പറയാം. കെട്ടിട നിർമ്മാണം പറയുമ്പോൾ ചിലപ്പോൾ കെട്ടിടം നിർമ്മിക്കുന്ന ഒരു തൊഴിലാളിയാവാം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ആളാവാം, അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലും കെട്ടിടം നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇതുണ്ട്. അതിന് ചിലപ്പോൾ കോൺട്രാക്ട് രീതിയിൽ ചെയ്യുന്ന ആളാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ജോലിക്കാരെ മുഴുവൻ മാനേജ് ചെയ്യുന്നൊരു മാനേജരാവാം. അങ്ങനെ പിന്നെ പഴങ്ങൾ വെച്ചുള്ള ബിസിനസ്സുകൾ, ചിലപ്പോൾ ജ്യൂസ് ആവാം, പഴത്തിൻ്റെ മൊത്തക്കച്ചവടമാവാം, അല്ലെങ്കിൽ പഴങ്ങൾ കൊണ്ടുവരുന്ന വാഹനം ഓടിക്കാം. സിനിമയിലൊക്കെ ചില ചാൻസുകൾ കിട്ടുന്നുണ്ട്. സെലിബ്രിറ്റി ലെവലിൽ ഇവർക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമ, സീരിയൽ മേഖല, ടെലിവിഷൻ മേഖല, സെലിബ്രിറ്റി മേഖല ഒക്കെ അവർക്ക് സാധിക്കും. പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള യോഗങ്ങൾ, പെർഫ്യൂം, സുഗന്ധ വസ്തുക്കൾ വിൽക്കാനുള്ള ഇത്, ചില സമയം ചില കെമിക്കൽസ് രാസവസ്തുക്കളൊക്കെ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ചുക്കാൻ പിടിക്കുന്ന ജോലികൾ. ഫാർമസിസ്റ്റ് ആവാനായിട്ട് മരുന്നുകൾ, ഫാർമസി നിൽക്കുക, അങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്യാൻ ഇവർക്ക്. ധനകാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആയുർവേദം ഇവർക്ക് ഇഷ്ടമാണ്. ആയുർവേദത്തിൻ്റെ പ്രോഡക്റ്റുകൾ ചിലപ്പം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക, അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ഒരു ഭാഗത്ത് വൈദ്യം പഠിക്കുന്ന പോലെ അവിടെ നിൽക്കുക സഹായിയായിട്ട്. നഴ്സിംഗ് നമുക്ക് സംസാരിക്കാം. ആയുർവേദ നഴ്സിംഗും ഉണ്ടല്ലോ, പുരുഷന്മാർക്കും ഉണ്ട് സ്ത്രീകൾക്കും ഉണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ബ്രോക്കർ, ഇടനിലക്കാരനാവുക. ഇടനിലക്കാരൻ എന്ത് കാര്യത്തിനും വലിയ
കച്ചവടമാകും, ചെറിയ കച്ചവടമാകും. എങ്കിലും കച്ചവടം ഇവരുടെ അല്ല. കച്ചവടം നടത്തുന്ന രണ്ട് മുതലാളിമാർ തമ്മിലായിരിക്കും. ഇടനിലയ്ക്ക് നിൽക്കുന്ന ആൾ കച്ചവടക്കാരനല്ല, കച്ചവടം നടത്തി കൊടുക്കുന്ന ഒരു ഇടപാടുകാരൻ മാത്രമല്ല, ഒരു സഹായി മാത്രമാണ്. അങ്ങനെ സഹായി ആകുമ്പോഴും ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുക മാത്രമാണല്ലോ, അല്ലാതെ നമ്മൾ പണം സമ്പാദിച്ചു കൂട്ടുകയല്ലല്ലോ. പണം വാങ്ങുക മാത്രമല്ല, ചെയ്ത് സേവനത്തിലുള്ള പണം മാത്രം വാങ്ങുന്നു. അങ്ങനെയുള്ള സേവന മേഖലകളിലെല്ലാം ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് വിശാഖ നക്ഷത്രക്കാർ. ഇനിയിപ്പോൾ നമുക്ക് ഒരു നക്ഷത്രം കൂടി നമുക്ക് അനലൈസ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത നക്ഷത്രമാണ് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. ചോതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്താണ്? സാമർഥ്യമുള്ള ആളുകളാണ്, വളരെയധികം സാമർഥ്യമുള്ള ആളുകളാണ് ചോതി നക്ഷത്രത്തിൽപ്പെട്ടത്. ജീവിത സൗകര്യങ്ങൾ അവർക്ക് വളരെയധികം ഉണ്ടാവും. അതായത് ജീവിക്കാൻ എന്തെല്ലാം വസ്തുക്കൾ വേണം ആ വസ്തുക്കളെല്ലാം വില കൊടുത്ത് വാങ്ങും, സുഖമായി ജീവിക്കും. എല്ലാ ആഡംബര വസ്തുക്കൾ, വാഹനങ്ങൾ, കാറ്, മറ്റു സാധനങ്ങൾ, ബൈക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വാങ്ങാൻ ഉപയോഗിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് ഉണ്ടാവും. കലയിലും സംഗീതത്തിലും ഇവർക്ക് വളരെയധികം താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ, സീരിയൽ മേഖലകളും സെലിബ്രിറ്റി ലെവലിൽ ഉയരാനുള്ള കഴിവും ഇവർക്ക് കൂടുതലാണ്. അങ്ങനെയുള്ള മേഖലകളിൽ ഇവർക്ക് വളരെയധികം താല്പര്യമുണ്ട്. കലാപരമായ കഴിവുകൾ ഇവർക്കുണ്ട്. ചില സമയങ്ങളിൽ ചില ദുശ്ശീലങ്ങൾ വരാറുണ്ട്. ഞാൻ പറഞ്ഞ ചില മദ്യപാനം പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. മുൻകോപമുണ്ട്. സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. സ്വതന്ത്ര ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇവരുടെ ചില ആശയങ്ങൾ ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഇവരെന്താണ് പറയുന്നത്, ഇവരെന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ചിലപ്പോൾ മനസ്സിലാവും. ഇവർക്ക് ബുദ്ധിശക്തിയുണ്ട്. ഇവർ വലിയ വലിയ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ചിലപ്പോൾ സാധാരണ ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായത് വരുമല്ലോ, ഇവരെങ്ങനെയാണ് ഇത് ചിന്തിച്ചത് ചെയ്യുന്നത് മനസ്സിലാവും. ഉദാരമതികളാണ്. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇവർക്കുണ്ട്. ചില നല്ല സ്വഭാവങ്ങളുണ്ട്. എങ്കിലും കുറേ കാലഘട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ സ്വഭാവങ്ങളിൽ ചില ചേഞ്ചുകൾ വരാറുണ്ട്. മുന്നേറാൻ തിടുക്കമുള്ള ആളുകൾ. ജീവിതത്തിൽ മുന്നേറാനായിട്ട് ഇവർക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ജീവിതത്തിൽ ഒരു ഉയർച്ച എപ്പോഴും വേണം, എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നേറാൻ തിടുക്കം ഇവർക്കുണ്ട്. ബുദ്ധിശക്തിയുണ്ട്, വാക്ചാതുര്യമുണ്ട്. സംസാരിച്ച ആളുകളെ കൈവശത്താക്കും. കാരണം വർത്തമാനത്തിലൂടെ അവരുടെ ഒരു കഴിവ് മുഴുവൻ അവർ പ്രകടിപ്പിക്കും. കാരണം സംസാരത്തിലൂടെ അവർ തീർച്ചയായും അവരുടെ ഒരു മുഴുവൻ കാര്യങ്ങൾ അവർ നടത്തിയെടുക്കും. കാരണം ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ചോദിക്കാതെ കിട്ടും എന്നൊക്കെയുള്ള പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം അതാണ് വാക്ചാതുര്യം എന്ന് പറയുന്നത്. സംസാരിച്ചു കഴിഞ്ഞാലോ ചോദിച്ചു കഴിഞ്ഞാലോ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ പക്കലിലേക്ക് എത്തും. അതാണ് ചോദിയുടെ പ്രത്യേകത. ചോദ്യം പിന്നെ സ്വതന്ത്ര ചിന്താഗതി, മനുഷ്യത്വത്തോടുള്ള പെരുമാറ്റമാണ്. ചിലപ്പോൾ മനുഷ്യത്വത്തോടുള്ള പെരുമാറ്റമാണ്. മനുഷ്യത്വമില്ലാത്ത ഒരു പെരുമാറ്റം അവർ ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം അങ്ങനെ കഠിനഹൃദയരൊന്നുമില്ല, വളരെയധികം കരുണയുള്ള മനസ്സിൻ്റെ ആളുകളാണ് അവർ. അതുപോലെ ചിട്ടയുള്ള ജീവിതത്തോടുള്ള ഒരു ജീവിതമായിരിക്കും അവർ. കാരണം ഇപ്പോൾ ഒരു മതപരമായ ചടങ്ങുകളുണ്ട്, ആ ചടങ്ങുകളിലൊക്കെ പോയി സംബന്ധിച്ച് വിവാഹം, അതുപോലെ തന്നെ മറ്റ് ചടങ്ങുകൾ, കേരളതാമസം, മമ്മൂസ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കല്യാണം പോലുള്ള വിവാഹം പറഞ്ഞു അപ്പോൾ കല്യാണം പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ചടങ്ങുകൾ, ഒത്തുകൂടൽ, സുഹൃത്തുക്കൾ തമ്മിൽ ഒത്തുകൂടുക, വാർഷികങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ അവിടെ ചെന്ന് പങ്കെടുക്കുക, മറ്റ് സ്കൂളുകളിലും കോളേജിലും പഠിച്ചു കേട്ടത് അവിടെ അവരുടെ ഒരു എല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിൽ പോയി പങ്കെടുക്കുന്നതിനും പ്രത്യേകിച്ച് മടിയോ കാര്യങ്ങളോ ഒന്നും ഇവർക്കില്ല. അവർക്ക് അതിലെല്ലാം ചിട്ടയുണ്ട്, അവരവിടെ ചെല്ലും. അതുപോലെ തന്നെ വ്യാപാരങ്ങളിലുള്ള കഴിവുണ്ട്. സാധനങ്ങൾ വാങ്ങി വിൽക്കാനും ബിസിനസ്സുകൾ നടത്താനുമുള്ള കഴിവ് ചോതി നക്ഷത്രക്കാർക്ക് വളരെ കൂടുതലാണ്. കാരണം ബിസിനസ് എന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ്. ഏതൊരു കാര്യവും ചോദിക്കാൻ കിട്ടുമെന്ന് പറയും. ഏതൊരു കാര്യം എടുത്ത് കച്ചവടം ചെയ്യാനുള്ള കഴിവ് ചോതി നക്ഷത്രക്കാർക്ക് വളരെ കൂടുതലാണ്. ഈ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ചോതി നക്ഷത്രത്തിൽ ഉള്ള ആളുകൾക്ക് അതിനുള്ള കഴിവ് കൂടുതലാണ്. ഏതെങ്കിലും ഒരു വിൽപ്പനയോ ഏതെങ്കിലും ഒരു പ്രവൃത്തി വിവരിച്ച് ഇനി ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ വീട്ടിൽ കുറച്ച് ജീവികളെയും വളർത്തി അതിനെ വിൽക്കാൻ വരെ ശ്രമിക്കും. ചിലപ്പോൾ കോഴിയായിരിക്കും വളർത്തുക, കാടയായിരിക്കും വളർത്തുക, ആടിനെ വളർത്താം, പശുവിനെ വളർത്താം, എന്തിനു വേണേലും വളർത്തിയിട്ട് വരെ ചെറു പ്രായത്തിൽ തന്നെ ചില കാര്യങ്ങൾ ഇവർ ചെയ്യും. പിന്നെ കലാകായിക മത്സരങ്ങൾ, മാർഷൽ ആർട്ട് പഠിക്കുക, വ്യായാമം ചെയ്യുക, ജിമ്മിൽ പോവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർക്ക് ഇഷ്ടമുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ മദ്യപാനം പോലുള്ള കാര്യങ്ങൾ മൂലം ചിലപ്പോൾ ആരോഗ്യം വഷളായാലും ഇവർ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാനുള്ള ചില വ്യായാമ പ്രവർത്തനങ്ങളൊക്കെ ഇവർ ചെയ്യും. അതാണ് അവരുടെ ഒരു രീതി. അതും പോകും ഇതും പോകും. അതായത് ഒരു സൈഡിൽ ശരീരത്തിൻ്റെ ആരോഗ്യം കളയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ശരീരത്തിന് ആരോഗ്യം സമ്പാദിക്കേണ്ട കാര്യങ്ങൾ ഒരു ചിട്ടയോടുകൂടി ചെയ്യാനായിട്ടുള്ള തീരുമാനമൊക്കെ ഇവർക്കുണ്ട്. ഇവർക്കും വിനയമുള്ള ശീലമുണ്ട്. വിനയമുണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ധൈര്യം കാണാൻ സാധിക്കും. മുഖത്ത് ധൈര്യമുണ്ട്, തലയെടുപ്പുണ്ട്. അങ്ങനെ ചെന്നിട്ടൊന്നും ആരും ഇവരെ പറ്റിക്കാമെന്നോ ഒന്നും വിചാരിക്കേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ചോദ്യയുടെ മുമ്പിൽ തീർച്ചയായും അങ്ങനെ ഒരു കബളിപ്പിക്കൽ നടക്കുകയില്ല. എന്തെങ്കിലും രോഗങ്ങളോ പ്രശ്നങ്ങളോ വന്ന് ഒരു വിശ്രാമാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ചോദ്യ നക്ഷത്രക്കാരൻ്റെ കയ്യിൽ നിന്ന് ചോദ്യ നക്ഷത്രക്കാരിയുടെ കയ്യിൽ നിന്ന് മാത്രമേ ഒരു കബളിപ്പിക്കലും നടത്താൻ പറ്റൂ. അവരെ ഒരു പറ്റിക്കലിൻ്റെ
ഭാഗമാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അവരെ എഴുന്നേറ്റ് നടക്കുന്ന കാലത്തൊന്നും അവരെ ഒന്നും പൂർണ്ണമായിട്ടൊന്നും വഞ്ചിക്കാനോ കബളിപ്പിക്കാനോ പറ്റിക്കാനോ ഒന്നും ആരെ കൊണ്ടും സാധിക്കില്ല. കാരണം അവരുടെ ബുദ്ധി അത്രയുണ്ട്, വളരെയധികം കഴിവുകളുള്ളവരാണ്. വിനയമുള്ള പെരുമാറ്റമാണ്, വിനയമുണ്ട്, കരുണയുള്ള മനസ്സാണ്, ഉദാരമതികളാണ്. ഉദാരമതികളെ സഹായം ചെയ്യും. ജീവിതത്തിൽ മുന്നേറാൻ തിടുക്കമുള്ളതുകൊണ്ട് തന്നെ മറ്റു സെലിബ്രിറ്റി ലെവലിലോട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഇവർക്ക് പൂർണ്ണമായും വരുന്ന ജോലികൾ ഏതെല്ലാം നമ്മൾ നോക്കാം. ഇവർ കൂടുതലും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, ബിസിനസ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ജോലിക്കാരൻ്റെ രൂപത്തിലിരിക്കാനും ഇവർക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു അവിട്ട നക്ഷത്രത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, അവിട്ട നക്ഷത്രക്കാർ ജോലി ചെയ്യുകയില്ല, ജോലി ചെയ്യിക്കാനാണ് അവർക്ക് അത്ര രക്ഷയില്ലെങ്കിൽ മാത്രമേ അവർ ജോലി ബന്ധി ചെയ്യുള്ളൂ. പക്ഷേ ചോദ്യ നക്ഷത്രത്തിലുള്ള ഒരാൾ ബിസിനസ് സ്ഥാപനം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സുകാരോടൊപ്പം ഇറങ്ങിച്ചെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിക്കാരൻ്റെ രൂപത്തിലും ജോലിക്കാരൻ്റെ രീതിയിലുള്ള രൂപത്തിലും, പക്ഷേ ഇട്ടിരിക്കുന്ന വസ്ത്രം അത് മുതലാളിയുടെ വസ്ത്രമാണെന്ന് തിരിച്ചറിയുന്ന ധ്വനിപ്പിക്കുന്ന വസ്ത്രവും ഇട്ട് നിൽക്കുന്ന ആളാണ് ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ട ആൾ. മറ്റ് സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ ഉടമ ചിലപ്പോൾ ജോലി ചെയ്യുമ്പോൾ വസ്ത്രത്തിൻ്റെ ഭംഗി കൊണ്ടോ രൂപങ്ങളും കൊണ്ടോ ചില സമയം അത് ഉടമയല്ല തൊഴിലാളിയാണെന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് തൊഴിലാളിയോട് പെരുമാറുന്ന പോലെ വെളിയിൽ നിന്ന് വരുന്ന കസ്റ്റമർ പെരുമാറുകയും അവിടെ അല്പം സൗന്ദര്യമോ ഭംഗിയോ ഉള്ള ഒരു തൊഴിലാളി നിൽപ്പുണ്ടെങ്കിൽ അത് മുതലാളിയാണ് തെറ്റിദ്ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകാർക്കും ഉണ്ടാകുന്ന ചില പ്രവർത്തികളൊക്കെ നടക്കാറുണ്ട്. ഇത് വ്യത്യാസമുണ്ട്. എങ്ങനെയാണ്? ചോദ്യയിലുള്ള ആൾ ചിലപ്പോൾ നല്ല വസ്ത്രം ധരിച്ച്, അതും പണം മുടക്കിയ രീതിയിലുള്ള വസ്ത്രങ്ങൾ, ചിലവരുടെ കൈകളിൽ ചില ആഭരണങ്ങൾ, വാച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടുകയും തുടങ്ങിയ കാര്യങ്ങളിൽ ഷർട്ടും മുണ്ടും ഒക്കെ നല്ല രീതിയിൽ വെച്ച് നല്ല ഹെയർ സ്റ്റൈലോട് കൂടി നിൽക്കുകയും ജോലി ചെയ്യുകയും ചെയ്യും. അതാണ് പ്രത്യേകത. മറ്റ് ജോലിയിലുള്ള ആളുകൾ സാധാരണ ഷർട്ട് സാധാരണ എന്തെങ്കിലുമൊക്കെ ഇട്ട് വന്ന് സാധാരണ ജോലി ചെയ്യുമ്പോൾ കാണുമ്പോഴേ അറിയാം ഉടമയാണിത്, പുള്ളി കൂടി നിന്ന് കാര്യങ്ങൾ ചെയ്തു തരുന്നു എന്നുള്ളത് വെളിയിൽ നിന്ന് വരുന്ന ഒരു കസ്റ്റമറിന് മനസ്സിലാവും. പക്ഷേ അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്കറിയാം ചില നക്ഷത്രത്തിൽപ്പെട്ടവർ പൂർണ്ണമായും ആളുകളോട് കൂടുതൽ ഇടപെടുകയും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ഒരു രൂപത്തിന് ചിലപ്പോൾ ഒരു ഉടമയുടെ ലക്ഷണം കാണിക്കുന്നില്ല എങ്കിൽ, ഏതെങ്കിലും കാരണത്താൽ കാണിക്കുന്നില്ല, അവിടെ നിൽക്കുന്ന സ്റ്റാഫിന് ഉടമയുടെ രൂപം ഉണ്ടെങ്കിൽ എപ്പോഴും ചിലപ്പം ഉടമ സ്റ്റാഫാണെന്ന് തെറ്റിദ്ധരിച്ച് വെളിയിൽ നിന്ന് വരുന്ന കസ്റ്റമർ വളരെ മോശമായ രീതിയിൽ ചിലപ്പോൾ ഉടമയോട് പെരുമാറും. കാരണം സാധനങ്ങൾ ഇപ്പം വാഹനത്തിലേക്ക് എടുത്തു വെക്കുന്നൊരു സമയമാണെന്ന് കരുതുക. ഇതിപ്പോൾ ആരുടെ രൂപത്തെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഈ പറഞ്ഞത്, ആരുടെ ലക്ഷണത്തെ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. ഇതൊരു അനുഭവമാണ്, ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇനി അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടും കൂടിയാണ് ഇത് പറയുന്നത്. അങ്ങനെയൊക്കെ ചെന്ന് അബദ്ധത്തിൽ പെടാതിരിക്കാനാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ കാര്യം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു ഉടമയുടെ പവറിലല്ല നിൽക്കുന്നത്. വസ്ത്രം വിധാനം കൊണ്ടോ വേഷവിധാനം കൊണ്ടോ ഒന്നും ഉടമയുടെ രൂപത്തിലല്ല നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ സ്റ്റാഫിന് ഉടമയുടെ രൂപം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് സ്റ്റാഫ് നിൽക്കുന്നതെങ്കിൽ ചില സമയങ്ങളിൽ സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സമയങ്ങളിൽ ചില സമയങ്ങളിൽ ഇത് തൊഴിലാളിയാണെന്ന് കരുതി വെളിയിൽ നിന്ന് വരുന്ന കസ്റ്റമർ ചിലപ്പോൾ ഉടമയോട് കയർക്കാൻ സാധ്യതയുണ്ട്, ചൂടാകാൻ സാധ്യതയുണ്ട്, വേഗത്തിൽ ജോലി ചെയ്യാനൊക്കെ ആജ്ഞാപിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്റ്റാഫ് മാറി വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് സ്റ്റാഫായിരുന്നു മറ്റേതെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ചോദ്യയിലുള്ളവർ നല്ല രീതിയിൽ ഉടമ ഏതെന്ന് തിരിച്ചറിയുന്ന രൂപത്തിലേ നിൽക്കൂ. അതുപോലെ തന്നെ ഉത്തര നക്ഷത്രക്കാർ ഉടമ ഏതെന്ന് തിരിച്ചറിയുന്ന രൂപത്തിലേ നിൽക്കൂ. അല്ലാത്ത ചില ആളുകൾ ചിലപ്പോൾ രണ്ട് രീതിയിലും ഇടകലർന്ന് നിൽക്കും. അത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല വെളിയിൽ നിന്ന് വരുന്ന ആൾക്ക്. അത് നമുക്കിവിടെ സംസാരിക്കാം. ഒരു ഉദാഹരണത്തിന് എടുത്ത് പറഞ്ഞ കാര്യമാണ്. ഇനി ചോദ്യയിലുള്ള ആളുകളുടെ ജോലികൾ ഏത്? ഇലക്ട്രിക് ഉപകരണങ്ങൾ, അങ്ങനെ ചില കറണ്ടുമായി ബന്ധപ്പെട്ട ചില വാഹനങ്ങളുമായിട്ട് ബന്ധമുള്ള ചില കാര്യങ്ങളൊക്കെ ജോലികളൊക്കെ ചെയ്യാനുള്ള ഇഷ്ടം ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ടവർക്കുണ്ട്. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വാഹനം ചിലപ്പം വിൽക്കുന്നതാകും, വാഹനങ്ങൾ ഓടിക്കുന്നതാകും, എന്ത് വേണമെങ്കിലും ചെയ്യാം. ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറയും. വാഹനങ്ങൾ മാത്രമല്ല, വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചു കൊടുക്കുക, ചില കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. വാഹനം ഓടിച്ച ആളുകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ടൂറിസം മേഖല ഇവർക്ക് ഇഷ്ടമാണ്, ഇവർക്കും യാത്ര വളരെ ഇഷ്ടമാണ്. സിനിമ, സീരിയൽ, സംഗീതം തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർ ഇഷ്ടമാണ്. ഇവർ ചിലപ്പോൾ പാട്ട് പാടും, ചിലപ്പോൾ അഭിനയിക്കും, ചിലപ്പം അങ്ങനെയുള്ള വാദ്യ ഉപകരണങ്ങൾ വായിക്കും. പിന്നെ അലങ്കരിക്കുക, എന്തെങ്കിലും വസ്തുക്കൾ അലങ്കരിക്കുക, ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇപ്പം വിവാഹമാണെങ്കിൽ അതിൻ്റെ മെയിൻ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിട്ട് ആ ഒരു സ്ഥലം മുഴുവൻ അലങ്കരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പന്തലാണെങ്കിൽ അത് അലങ്കരിക്കുക. സമൂഹത്തിൽ താഴെ കിടക്കുന്ന ജോലി താഴെ ആയിട്ടുള്ള, അതായത് സമൂഹത്തിൽ മോശം ജോലി എന്നല്ല,
താഴെയുള്ള നിലവാരത്തിൽ നിന്നും ഉയർന്ന നിലവാരത്തിലുമുള്ള ഒരു അന്തരം ചോദ്യ നക്ഷത്രമാണെങ്കിലും പൂർണ്ണമായും ഇപ്പം ആദ്യ കാലഘട്ടത്ത് ഒരു ജോലിക്കാരൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവരകത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ഒരു ഉടമയുടെ രൂപത്തിലേക്ക് വളരും. മറ്റുള്ളവരാണെങ്കിൽ ആ ഒരു ജോലിയും കൊണ്ട് തന്നെ ജീവിതാന്ത്യം വരെ ജീവിക്കും. അതങ്ങനെയല്ല, ചോദ്യമുള്ള ആൾ ഏറ്റവും ലെവൽ 0 ആയി നിൽക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് ഒരു ഹീറോ ആയിട്ടേ തീരുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു പന്തൽ വ്യവസായമാണെന്ന് കരുതുക, അതിൽ അലങ്കരിക്കുന്ന ജോലിയാണ്, പന്തലിട്ട് പോകുന്ന ഒരു ജോലിയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർ സ്വന്തമായി ഒരു പന്തൽ വർക്ക് തുടങ്ങും. അതിനുള്ള കഴിവ് അവരുണ്ടാക്കും. മറ്റ് ജോലിക്കാർ അതേ രീതിയിൽ തന്നെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാതെ സ്വന്തമായി തുടങ്ങിയില്ല, ബിസിനസ്സുകൾ ചെയ്യില്ല. ചോദ്യക്കാർ അത് ഏറ്റെടുക്കും. ഇപ്പോൾ ഹോട്ടലാണെന്ന് കരുതുക, ഒരു ഹോട്ടലിൽ ആദ്യ കാലത്ത് തൊഴിലാളിയായി നിന്ന ശേഷം സ്വന്തമായൊരു ഹോട്ടലിടാൻ ചോദ്യ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഒരു ഇലക്ട്രോണിക്സ് പോലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ വിൽക്കുന്ന കടയോ അങ്ങനെയുള്ള സ്ഥാപനമാണെങ്കിൽ ആദ്യ കാലത്ത് ജോലിക്കാരൻ നിന്ന ശേഷം സ്വന്തമായ സ്ഥാപനം അവരിടും. അങ്ങനെ സംഗീതമാണെങ്കിലും സിനിമയാണെങ്കിലും സ്വന്തമായിട്ട് പിന്നീട് ഡയറക്റ്റ് ചെയ്യുകയോ സംവിധാനം ചെയ്യുകയോ എന്ത് വേണമെങ്കിലുമൊക്കെ അവർ ചെയ്യും, അല്ല പണം മുടക്കും. അങ്ങനെ ശാസ്ത്ര വിഷയങ്ങൾ ഇഷ്ടമാണ്, ശാസ്ത്രജ്ഞന്മാരാവാനുള്ള ബുദ്ധിയുണ്ട്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല കാര്യങ്ങളിലുള്ള ശാസ്ത്ര വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിൽ ശാസ്ത്രീയമായിട്ട് പഠിച്ച് അതിൻ്റെ ഉന്നത നിലയിൽ വിദ്യാഭ്യാസത്തിലൂടെ എത്താനുള്ള കഴിവും ചോദ്യ നക്ഷത്രക്കാർക്ക് ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, കവിത എഴുതാനുള്ള കഴിവുണ്ട്. കവിത എഴുതുക, കവിയാവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർക്കുണ്ട്. പിന്നെ ചില പ്രദർശനങ്ങൾ കാണിക്കുക. പ്രദർശനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കലാപരമായ പ്രദർശനങ്ങളാവാം, ചില ഇപ്പോൾ ഒരു ശബ്ദാനുകരണം മിമിക്രി എന്ന് പറയും, മിമിക്രി കാണിക്കാം, അല്ലെങ്കിൽ ചില മാജിക്കുകൾ കാണിക്കാം, അല്ലെങ്കിൽ ചില കളികളുണ്ട്, കളികൾ വെച്ചിട്ടുള്ള ചില കളികൾ, പേപ്പറുകൾ വെച്ചിട്ടുള്ള ചില കളികൾ, പ്രത്യേകം രൂപങ്ങൾ ഉണ്ടാക്കുക, പടം വരയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രദർശനങ്ങൾ കാണിക്കുക. ഇല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ വിൽക്കുന്ന പ്രദർശനത്തിൻ്റെ മെയിൻ ആളാകുക, അല്ലെങ്കിൽ അവർ സ്വന്തമായി നിർമ്മിച്ച വസ്തുക്കൾ കൊണ്ട് പ്രദർശിപ്പിക്കുക. അത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും അതിലൂടെ വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. അവതാരകരാവുക, സ്ത്രീ ആണെങ്കിൽ അവതാരകയാവുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആങ്കറാവുക, നിൽക്കുക, അവതാരകൻ അവതാരിക, അങ്ങനെയുള്ള രീതിയിലായിട്ട് ആവാം. അപ്പം അങ്ങനെയുള്ള അവതാരക, അപ്പോൾ ആ ഒരു രീതിയിലോട്ട് മാറാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ സ്ത്രീ ആണെങ്കിൽ അങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആൾ, പുരുഷനാണല്ലോ അങ്ങനെ നിൽക്കുന്ന രീതിയിൽ വാക്ചാതുര്യം, അവിടെയാണ് വാക്ചാതുര്യത്തിൻ്റെ പ്രത്യേകത. വാക്ചാതുര്യത്തിന് ഞാൻ പറഞ്ഞിരുന്നു, വാക്ചാതുര്യം എന്ന് പറഞ്ഞപ്പോൾ വാക്കുകൾ നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകളാണ് അത്തരം ജോലികൾ ചെയ്യാൻ അവർക്ക് പറ്റും. ബേക്കറി പോലുള്ള കാര്യങ്ങൾ നടത്താൻ ഇഷ്ടമാണ്, മധുര പലഹാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർക്ക് ഇഷ്ടമാണ്. പാല് പോലുള്ള വസ്തുക്കൾ വിൽക്കാൻ ഇഷ്ടമാണ്. പാലിൻ്റെ വ്യവസായം, പാലുകൾ ചിലപ്പോൾ കറന്നു വെക്കുന്ന കൃഷി, പശുവിൻ്റെ കാര്യങ്ങൾ, ക്ഷീര വ്യവസായം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ക്ഷീര കർഷകൻ, അങ്ങനെയുള്ള ബിസിനസ് ലെവലിൽ വലിയ രീതിയിൽ ഒരു ഉണ്ടല്ലോ കമ്പനിയായിട്ട് നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവർ ഗ്ലാസുമായിട്ട് ബന്ധപ്പെട്ട ഗ്ലാസിൻ്റെ സ്ഥാപനം ഇടാം, അല്ലെങ്കിൽ മുഖത്ത് വെക്കുന്ന സാധാരണ കണ്ണാടികളാവാം, അങ്ങനെ ചില്ലുകളുമായി ബന്ധപ്പെട്ട അലമാരിയിൽ ചില്ല് വെക്കുന്നതാവാം, അങ്ങനെയുള്ള പല ചില്ലുകളുമായി ബന്ധപ്പെട്ട ജോലികൾ, ചില്ലുകൾ വിൽക്കുന്ന സ്ഥാപനത്തിന് ഉടമയായി തീരുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദ്യ നക്ഷത്രക്കാർക്ക് പറ്റും. പിന്നെ വസ്ത്രങ്ങൾ വിൽക്കുന്ന സ്ഥാപനക്കാരാവുക, വസ്ത്രങ്ങളുടെ ഉടമയാവുക, വസ്ത്ര സ്ഥാപനങ്ങൾ ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാവുക. പാചകരംഗങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഹോട്ടലിൽ നിൽക്കുന്ന ആൾ ചിലപ്പോൾ ഭാവി സ്വന്തം ഹോട്ടലിൽ ഇടാമെന്ന് പറയുമ്പോൾ പാചകം അതിൻ്റെ ഒരു സൈഡാണ്. ഇപ്പോൾ ഹോട്ടലിൽ ഇപ്പം എങ്ങനെ നിന്നാലും സൂപ്പർവൈസറായിട്ട് നിന്ന ആളാണെങ്കിലും, അല്ലെങ്കിൽ സാധാരണ ഒരു തൊഴിലാളിയായിട്ട് നിന്ന ആളാണെങ്കിലും സ്വന്തമായി ഹോട്ടലിടുമ്പോൾ അല്പം പാചകത്തോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഹോട്ടൽ ബിസിനസ്സിലേക്ക് കടക്കുന്നത്. ഭക്ഷണം എന്ന് പറയുന്ന ഒരു വസ്തുവിന് ഇഷ്ടമായതുകൊണ്ടും ഭക്ഷണത്തിൻ്റെ രുചിയോടുള്ള ഇഷ്ടം കൊണ്ടും വ്യത്യസ്തമായ ഭക്ഷണങ്ങളോടുള്ള താല്പര്യം കൊണ്ടുമാണ് ബേക്കറിയും ഉണ്ടാക്കുന്നത്. അത് ഭക്ഷണമാണ് മനസ്സിലാക്കുക. പാചകവുമായിട്ട് ബന്ധമുണ്ട്. ബേക്കറി ഐറ്റംസ് ആരെങ്കിലും ഉണ്ടാക്കുകയാണല്ലോ, പാചകം ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്, അല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു പാചകം അതിൻ്റെ പിന്നിലുണ്ട്, ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ പാചകം പിന്നിലുണ്ട്. അത്തരം കാര്യങ്ങൾ പാചകം ചെയ്യുന്നയാളാകാനും പാചകം ചെയ്ത വസ്തുക്കൾ വിൽക്കുന്ന ആളാകാനുമുള്ള യോഗങ്ങൾ കൂടിയ ആളുകളാണ് ചോദ്യ നക്ഷത്രത്തിൽ ഉള്ള ആളുകൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മളിന്ന് അനലൈസ് ചെയ്ത് കുറേ കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു മോട്ടിവേഷൻ സെൻറ്റൻസ് കൂടി പറയുന്നുണ്ട്. നമുക്ക് മരമുകളിലെ മരമാകാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് താഴ്വാരത്തിലെ ഒരു ചെറിയ കുറ്റിച്ചെടി ആകാനെങ്കിലും കഴിയണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു മോട്ടിവേഷൻ സെൻറ്റൻസ് നമ്മൾ പറയുന്നത്. നല്ലൊരു കുറ്റിച്ചെടിയായി തീരാനായിട്ട് നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ നമുക്ക് വളർന്ന് വലിയൊരു മരം പോലെ പടർന്നു പോകണമെന്ന് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ യാത്രയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് നമുക്ക് ഒരു മരമാകാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ട. താഴ്വാരത്തെ ഒരു കുറ്റിച്ചെടി, ഒരു നല്ല കുറ്റിച്ചെടി ആകാനെങ്കിലും നമ്മൾ നോക്കുക. നമ്മുടെ ലെവലിൽ നമ്മളൊരു കുഞ്ഞ് രാജാവാവുക എന്നുള്ളതാണ് ഈ ഒരു മോട്ടിവേഷൻ സെൻറ്റൻസിൻ്റെ അർത്ഥം. മനസ്സിലാക്കുക. അപ്പോൾ ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ ഇനേബിൾ കൂടി ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, ആളുകളിലേക്ക് ഷെയർ ചെയ്ത് സഹായിക്കുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.